Good morning students. ഇന്ന് നമ്മൾ ചാപ്റ്റർ 6 തെർമോഡൈനാമിക്സ് ആണ് പഠിക്കുന്നത്. തെർമോഡൈനാമിക്സിൽ എനർജിയുടെ വേരിയസ് ഫോംസും അതിൻ്റെ ഇന്റർ കൺവേർഷൻസും ആണ് പറയുന്നത്. തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് ബേസിക് ടേംസ് പഠിക്കണം. ആദ്യത്തേത് സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ് എന്നുള്ളതാണ്. സിസ്റ്റം എന്ന് പറയുന്നത് എ പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ് വിച്ച് ഈസ് അണ്ടർ ഒബ്സർവേഷൻ ഓർ ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ എന്താണോ ഒബ്സർവ് ചെയ്യുന്നത് അതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന അതാണ്. അപ്പോൾ അതാണ് അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്നത്. ദ പാർട്ട് ഓഫ് ദ യൂണിവേഴ്സ് എക്സെപ്റ്റ് സിസ്റ്റം ഈസ് കോൾഡ് സറൗണ്ടിങ്സ്. സിസ്റ്റം കഴിഞ്ഞുള്ള ബാക്കിയുള്ള എല്ലാത്തിനെയും സറൗണ്ടിങ്സ് എന്ന് പറയും. സിസ്റ്റത്തിനെയും സറൗണ്ടിങ്സിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് ബൗണ്ടറിയാണ്. സിസ്റ്റവും സറൗണ്ടിങ്ങും കൂടെ ചേർന്നാൽ അത് യൂണിവേഴ്സായി. സിസ്റ്റത്തെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്: ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റത്തിനകത്ത് സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ എനർജി എക്സ്ചേഞ്ചും മാറ്റർ എക്സ്ചേഞ്ചും നടക്കും. എക്സാമ്പിൾ, ഹോട്ട് വാട്ടർ ടേക്കൺ ഇൻ ആൻ ഓപ്പൺ വെസൽ. അവിടെ മാറ്റർ എക്സ്ചേഞ്ചും എനർജി എക്സ്ചേഞ്ചും നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഓപ്പൺ സിസ്റ്റമാണ്. ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്ത് എനർജി എക്സ്ചേഞ്ച് മാത്രമേ നടക്കുന്നുള്ളൂ, മാറ്റർ എക്സ്ചേഞ്ച് നടക്കുന്നില്ല. ഹോട്ട് വാട്ടർ ടേക്കൺ ഇൻ എ ക്ലോസ്ഡ് വെസൽ, ഇതതിന് എക്സാമ്പിളാണ്. അവിടെ മാറ്റർ എക്സ്ചേഞ്ച് നടക്കുന്നില്ല, പക്ഷേ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ എനർജി എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. മൂന്നാമത്തേത് ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റത്തിനകത്ത് സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ എനർജി എക്സ്ചേഞ്ചും ഇല്ല, മാറ്റർ എക്സ്ചേഞ്ചും ഇല്ല. അതിന് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ് ഹോട്ട് വാട്ടർ ടേക്കൺ ഇൻ എ തെർമോഫ്ലാസ്ക്. ഇവിടെ നമുക്കറിയാം എനർജി എക്സ്ചേഞ്ചും മാറ്റർ എക്സ്ചേഞ്ചും ഒന്നും നടക്കുന്നില്ല. ഇനി നമ്മൾ സിസ്റ്റത്തിനെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുകയാണ്: മൈക്രോസ്കോപ്പിക് സിസ്റ്റവും മാക്രോസ്കോപ്പിക് സിസ്റ്റവും. മൈക്രോസ്കോപ്പിക് സിസ്റ്റം എന്ന് പറഞ്ഞാലാണ് സിസ്റ്റം കണ്ടെയ്നിങ് എ ഫ്യൂ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. കുറച്ച് പാർട്ടിക്കിൾസ് മാത്രം വരുന്നതാണ് മൈക്രോസ്കോപ്പിക് സിസ്റ്റം. ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് വരുന്നതാണ് മാക്രോസ്കോപ്പിക് സിസ്റ്റം. മാക്രോസ്കോപ്പിക് സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസിനെ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ലെന്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഇന്റേണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി, ഗിബ്സ് എനർജി, എക്സെട്ര. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാത്തതാണ്, അത് നമ്മൾ പിന്നാലെ പഠിക്കും. മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്: എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസും ഇന്റൻസീവ് പ്രോപ്പർട്ടീസും. എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ദ സിസ്റ്റം. സിസ്റ്റത്തിനകത്തുള്ള മാറ്ററിന്റെ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി. അതിന് എക്സാമ്പിളാണ് മാസ്, വോളിയം, ലെന്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, എക്സെട്ര. ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ദ സിസ്റ്റം. സിസ്റ്റത്തിനകത്തുള്ള മാറ്ററിന്റെ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, ഡെൻസിറ്റി, എക്സെട്ര. അപ്പോൾ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ദ സിസ്റ്റം. ഇന്റൻസീവ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് വിച്ച് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ പ്രസന്റ് ഇൻ ദ സിസ്റ്റം. അടുത്ത സ്റ്റേറ്റ് ആൻഡ് പാത്ത് ഫംഗ്ഷൻ. സ്റ്റേറ്റ് ഫംഗ്ഷൻ, എ ഫംഗ്ഷൻ ഓർ എ പ്രോപ്പർട്ടി ദാറ്റ് ഡിപ്പെൻഡ്സ് only on the initial and final state of a system and not on the path followed is called a state function. ഇനീഷ്യൽ സ്റ്റേറ്റിനെയും ഫൈനൽ സ്റ്റേറ്റിനെയും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ടെമ്പറേച്ചർ, പ്രഷർ, വോളിയം, എക്സെട്ര. പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ദ പാത്ത് ഫോളോഡ് ഓൾസോ. ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തിയ പാത്ത് ഏതാണ് അതുകൂടെ പറയുമ്പോഴത്തേക്കും അത് പാത്ത് ഫംഗ്ഷനായി. എക്സാമ്പിൾ ഹീറ്റ്, വർക്ക്. ഇനി നമ്മൾ കുറച്ച് തെർമോഡൈനാമിക് പ്രോസസ്സ് പറയുകയാണ്. ആദ്യത്തേത് ഐസോതെർമൽ പ്രോസസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഫോർ ദിസ് പ്രോസസ് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 0 ബട്ട് ഡെൽറ്റ ക്യൂ ഇസ് നോട്ട് ഈക്വൽ ടു 0. ഇപ്പോൾ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് നടന്ന് അവിടെ ഡെൽറ്റ ടി 0 ആവും. പക്ഷെ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നതുകൊണ്ട് ഡെൽറ്റ ക്യൂ 0 ആയിരിക്കില്ല. ക്യൂ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഹീറ്റ് എനർജിനെയാണ്. അടുത്തത് ഐസോബാറിക് പ്രോസസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഫോർ സച്ച് എ പ്രോസസ് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 0. കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കുന്ന പ്രോസസ്സാണ്. അപ്പം ഡെൽറ്റ പി എന്ന് പറയുന്നത്
0 ആണ്. അടുത്തത് ഐസോകോറിക് പ്രോസസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് occurs at constant volume. For such a process, delta V is equal to 0. കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുന്ന പ്രോസസ്സാണ് ഐസോകോറിക് പ്രോസസ്. അടുത്തത് അഡിയബാറ്റിക് പ്രോസസ്. ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് occurs at constant heat energy. Here no heat enters into or leaves from the system. For such a process, delta Q is equal to 0, but delta T is not equal to 0. അഡിയബാറ്റിക് പ്രോസസ്സിനകത്ത് സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. Cyclic process. It is a process that takes place in a cyclic manner. Here the system undergoes a series of changes and finally returns to its initial state. അപ്പം സൈക്ലിക് പ്രോസസ് എന്ന് പറയുമ്പം അതിനകത്ത് കുറേ സീരീസ് ഓഫ് ചേഞ്ചസ് ഉണ്ടായിരിക്കും. പക്ഷേ സിസ്റ്റം ആദ്യത്തെ സ്റ്റേറ്റിൽ തന്നെ എത്തിച്ചേരും. ഇങ്ങനെയുള്ളൊരു പ്രോസസ്സിനകത്ത് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു 0 ആൻഡ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു 0. ഡെൽറ്റ യു എന്താണ്, ഡെൽറ്റ എച്ച് എന്താണെന്നുള്ളത് നമ്മൾ പിന്നെ പഠിക്കും കേട്ടോ. അടുത്തത് റിവേഴ്സിബിൾ പ്രോസസ്. റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ തെർമോഡൈനാമിക്കലി എ പ്രോസസ് ഇസ് റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. A process is thermodynamically reversible if it occurs in such a manner that it can be reversed at any stage by a very small change in some conditions such as temperature, pressure or concentration. അപ്പോൾ ടെമ്പറേച്ചർ, പ്രഷറോ കോൺസെൻട്രേഷനോ ഇതിനെന്തിനെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് ഒരു പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യാമെങ്കിൽ അതിനെയാണ് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി ഇറിവേഴ്സിബിൾ പ്രോസസ് ആയാലോ ഈ പ്രോപ്പർട്ടീസ് ടെമ്പറേച്ചർ, പ്രഷർ, കോൺസെൻട്രേഷൻ ഇതിന് വ്യത്യാസം വരുത്തിയാലും നമുക്ക് ആ പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് ഇറിവേഴ്സിബിൾ പ്രോസസ്സായിരിക്കും. അടുത്ത ഹീറ്റ് ആൻഡ് വർക്ക്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ അത് എനർജിയുടെ ഒരു ഫോം ആണെന്ന് നമുക്കറിയാം അല്ലേ. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഹീറ്റ് ഫ്ലോസ് ഫ്രം എ ഹോട്ട് ബോഡി ടു എ കോൾഡ് ബോഡി വെൻ ദർ ഇസ് എ തെർമൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ടു. When a body absorbs heat, its energy increases, and when it evolves heat, its energy decreases. ഒരു ബോഡി ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പം അതിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യും, ഹീറ്റ് ഇവോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി ഡിക്രീസ് ചെയ്യും. ഇനി ഒരു സിസ്റ്റം അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ ഇവോൾവ് ചെയ്യുക എന്ന ഹീറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യൂ എന്ന ലെറ്റർ വെച്ചിട്ടാണ്. ഇനി ഒരു സിസ്റ്റം ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ക്യൂവിൻ്റെ സൈൻ പോസിറ്റീവ് ആയിരിക്കും, ഹീറ്റ് ഇവോൾവ് ചെയ്യുകയാണെങ്കിൽ ക്യൂ നെഗറ്റീവ് ആയിരിക്കും. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഗെയിൻഡ് ഓർ ലോസ്ഡ് ബൈ ദ സിസ്റ്റം ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യൂ. ബൈ ഇന്റർനാഷണൽ കൺവെൻഷൻ, വെൻ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ എ സിസ്റ്റം ക്യൂ ബിക്കംസ് പോസിറ്റീവ് ആൻഡ് വെൻ ഹീറ്റ് ഈസ് ഇവോൾവ് ബൈ എ സിസ്റ്റം ക്യൂ ബിക്കംസ് നെഗറ്റീവ്. ആ സൈൻ നമ്മൾ ഓർത്തിരിക്കണം. അടുത്ത വർക്ക്. തെർമോഡൈനാമിക്സിനകത്ത് 2 തരത്തിലുള്ള വർക്ക് പറയുന്നുണ്ട്. എക്സ്പാൻഷൻ വർക്കും നോൺ എക്സ്പാൻഷൻ വർക്കും. ആദ്യത്തേത് എക്സ്പാൻഷൻ വർക്ക്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഗേഷ്യസ് സിസ്റ്റം. ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് പ്രഷർ ആൻഡ് ചേഞ്ച് ഇൻ വോളിയം. ദാറ്റ് ഈസ് എക്സ്പാൻഷൻ വർക്ക്. W എക്സ്പാൻഷൻ ഇസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി. പി പ്രഷർ, ഡെൽറ്റ വി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വോളിയം. ഫോർ ഇറിവേഴ്സിബിൾ പ്രോസസ് W expansion is equal to minus P delta V. And for reversible process, W expansion is equal to minus 2.303 nRT log V2 by V1. അവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ്, R കോൺസ്റ്റന്റ് ആണ്, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ, V2 ഫൈനൽ വോളിയം, V1 ഇനിഷ്യൽ വോളിയം. നോൺ എക്സ്പാൻഷൻ വർക്ക് അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോ കെമിക്കൽ സെൽസുമായിട്ടാണ്. ഇനി വർക്ക് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് W എന്നിട്ട് ഉപയോഗിച്ചിട്ടാണ്. By international convention, W becomes positive when work is done on the system and W becomes negative when work is done by the system. സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് സൈനും സിസ്റ്റം വർക്ക് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് സൈനുമാണ് വരുന്നത്. അടുത്തത് ഫ്രീ എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ ഓഫ് എ ഗ്യാസ് ഇൻ ടു വാക്യൂം ഈസ് കോൾഡ് ഫ്രീ എക്സ്പാൻഷൻ. വാക്യൂത്തിൽ എക്സ്റ്റേണൽ പ്രഷർ 0 ആണ്. അപ്പോൾ അവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നതും 0 ആയിരിക്കും. നോ വർക്ക് ഈസ് ഡൺ ഡ്യൂറിംഗ് ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് വെദർ ദി പ്രോസസ് ഈസ് റിവേഴ്സിബിൾ ഓർ ഇറിവേഴ്സിബിൾ. അടുത്തത് ഇന്റേണൽ എനർജി.
ഇന്റേണൽ എനർജി ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി പ്രസന്റ് വിത്തിൻ എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിനുള്ള അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസിനുള്ള ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജിയാണ് ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് യു എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. ഇന്റേണൽ എനർജി ഒരു എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്, അതേപോലെ സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ഇത് രണ്ടും നമ്മൾ എന്താണെന്നുള്ളത് മുമ്പേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്റേണൽ എനർജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയല്ല, പക്ഷെ അതിന്റെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി നമുക്ക് കണ്ടുപിടിക്കാം ഒരു അപ്പാരറ്റസ് ഉപയോഗിച്ച്. അതിന്റെ പേര് ബോം കലോറിമീറ്റർ. അപ്പോൾ ഇന്റേണൽ എനർജി ചേഞ്ച്, ഒരു പ്രോസസ്സ് നടക്കുമ്പോഴുള്ള ഇന്റേണൽ എനർജി ചേഞ്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത് ബോം കലോറിമീറ്റർ ഉപയോഗിച്ചാണ്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു U2 minus U1, where U1 and U2 are the initial and final internal energies. അപ്പോൾ ഇന്റേണൽ എനർജി, ഇനിഷ്യൽ ഇന്റേണൽ എനർജി U1, ഫൈനൽ ഇന്റേണൽ എനർജി U2 ആയാൽ ഡെൽറ്റ യു എന്ന് പറയുന്നത് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു U2 minus U1. ഇന്റേണൽ എനർജിയുടെ യൂണിറ്റ് കിലോ ജൂൾ പെർ മോൾ. ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി നമുക്ക് രണ്ട് രീതിയിൽ വ്യത്യാസപ്പെടുത്താം. ഒന്ന് ബൈ ദ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ്, രണ്ടാമത്തേത് ബൈ ഡൂയിങ് വർക്ക്. ഇനി നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിക്കുകയാണ്. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തന്നെയാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമുക്കറിയാം, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ് അല്ലേ. അതിന് വേറെ രണ്ട് ഡെഫിനിഷൻ പറയുന്നുണ്ട്. ഓർ ദ ടോട്ടൽ എനർജി ഇൻ ദ യൂണിവേഴ്സ് ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്, ഓർ ദ ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. യൂണിവേഴ്സിന്റെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിലേത് ഡെഫിനേഷൻ വേണേലും നമുക്ക് പറയാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് സ്റ്റേറ്റ്സ് ദാറ്റ് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതായിരിക്കും നിങ്ങൾക്ക് ഇച്ചിരൂടെ ഓർത്തിരിക്കാൻ എളുപ്പമുള്ളത്, നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ്. ഇനി ഫസ്റ്റ് ലോയുടെ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷനാണ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഡെൽറ്റ യു എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, ക്യൂ ഹീറ്റ്, ഡബ്ല്യു വർക്ക് ഡൺ. If there is only expansion work, the above equation becomes, അതായത് നമ്മൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് എഴുതിയില്ലേ, ആ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി. ഡബ്ല്യു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് മൈനസ് പി ഡെൽറ്റ വി എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി എന്നാവും. ഇനി ഒരു സിസ്റ്റത്തിനകത്ത് സോളിഡ്സും ലിക്വിഡ്സും മാത്രമേ ഉള്ളെങ്കിൽ ഡെൽറ്റ വി 0 ആവും. ഡെൽറ്റ വി 0 ആവുമ്പോഴത്തേനും ഡെൽറ്റ യു എന്ന് പറയുന്നത് ക്യൂ ആകും. ഇനി ഒരു ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സിനകത്ത് ഡെൽറ്റ യു 0 ആയിരിക്കും. ഡെൽറ്റ യു 0 ആവുമ്പോൾ ക്യൂ എന്ന് പറയുന്നത് മൈനസ് ഡബ്ല്യു ആകും. ഇനി ഡബ്ല്യു കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് വെച്ചിട്ട് Q is equal to minus W, that is equal to 2.303 nRT log V2 by V1. For an adiabatic process, Q is equal to 0. Therefore, delta U is equal to W. അടുത്തത് ഡെൽറ്റ യുവിന്റെ സിഗ്നിഫിക്കൻസ്. നമുക്കറിയാം ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി എന്ന്. ഇനി ഈ പ്രോസസ്സ് നടക്കുന്നത് കോൺസ്റ്റന്റ് വോളിയത്തിലാണെങ്കിൽ ഡെൽറ്റ വി എന്ന് പറയുന്നത് 0 ആകും. അപ്പോൾ ഡെൽറ്റ യു എന്ന് പറയുന്നത് ക്യൂ വി ആകും അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം? ഡെൽറ്റ യു ഗീവ്സ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ഓർ ഇവോൾവ്ഡ് ബൈ എ സിസ്റ്റം അറ്റ് കോൺസ്റ്റന്റ് വോളിയം. അപ്പം ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് ഇവോൾവ്ഡ് ഓർ അബ്സോർബ്ഡ് ബൈ എ സിസ്റ്റം അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ദാറ്റ് ഈസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വി. നമ്മൾ രണ്ട് ചെറിയ പ്രോബ്ലം ചെയ്യാണ്. Calculate the change in internal energy of a system which absorbs 100 joule of heat and does 215 joule of work. Delta U കാണാനുള്ള ഇക്വേഷൻ delta U is equal to Q plus W. ഇവിടെ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. സിസ്റ്റം 100 ജൂൾ ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്തു. അതേപോലെ സിസ്റ്റം വർക്ക് ചെയ്യുക ചെയ്തേക്കുന്നത്. അതുകൊണ്ട് Q പോസിറ്റീവും W നെഗറ്റീവാണ്. അപ്പം നമ്മൾ ചെയ്യുകയാണ് delta U is equal to Q plus W, that is equal to 100 plus minus 215, that is equal to minus
115 ജൂൾ. അടുത്തത് calculate the amount of work done when 1 mole of a gas expands from a volume of 1 liter to a volume of 5 liters against the constant external pressure of 1 atmosphere. 1 liter atmosphere is equal to 101.3 joule. അപ്പോൾ W കാണാനുള്ള ഇക്വേഷൻ W is equal to മൈനസ് പി ഡെൽറ്റ വി. ഡെൽറ്റ വി എന്ന് പറയുന്നത് ഫൈനൽ വോളിയം മൈനസ് ഇനിഷ്യൽ വോളിയം. ഫൈനൽ വോളിയം 5 ലിറ്റേഴ്സും ഇനിഷ്യൽ വോളിയം 1 ലിറ്ററുമാണ്. അപ്പോൾ ഡെൽറ്റ വി എന്ന് പറയുന്നത് 4 ലിറ്റേഴ്സ്. പ്രഷർ നമുക്ക് തന്നേക്കുന്നത് 1 അറ്റ്മോസ്ഫിയർ എന്നാണ്. അപ്പോൾ W is equal to മൈനസ് 1 into 4 that is equal to മൈനസ് 4 ലിറ്റർ അറ്റ്മോസ്ഫിയർ. അതിനെ നമുക്ക് ജൂളിലേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ട് 101.3 ജൂൾ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും മൈനസ് 405.2 ജൂൾ. ഇനി നമ്മൾ എൻതാൽപ്പി എന്നുള്ളത് പഠിക്കുക. എൻതാൽപ്പി ഈസ് ദ ടോട്ടൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റം. ഇറ്റ് ഈസ് ദ സം ഓഫ് ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം എനർജി ഓഫ് എ സിസ്റ്റം. അതായത് H ഈസ് ഈക്വൽ ടു U പ്ലസ് PV. എൻതാൽപ്പിയും ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്, അതേപോലെ തന്നെ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ എൻതാൽപ്പി H1ഉം ഫൈനൽ എൻതാൽപ്പി H2 ആണെങ്കിൽ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡെൽറ്റ H ഈസ് ഈക്വൽ ടു H2 മൈനസ് H1. എൻതാൽപ്പിയുടെ യൂണിറ്റ് കിലോ ജൂൾ പെർ മോൾ. ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡിറ്റർമിൻ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന അപ്പാരറ്റസ് കലോറിമീറ്റർ ആണ്. ഇനി ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പം അതിനകത്തെ എൻതാൽപ്പി ഓഫ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് HP-യും എൻതാൽപ്പി ഓഫ് റിയാക്ടൻസ് HR ആണെങ്കിൽ നമ്മൾ ചേഞ്ച് ഇൻ എൻതാൽപ്പി ഡെൽറ്റ H ഈസ് ഈക്വൽ ടു HP മൈനസ് HR. അതായത് എൻതാൽപ്പി ഓഫ് പ്രോഡക്ട്സ് മൈനസ് എൻതാൽപ്പി ഓഫ് റിയാക്ടൻസ്. If HP is greater than HR, delta H is positive and heat is absorbed during the process. Such a process is called endothermic process. എൻതാൽപ്പി ഓഫ് പ്രോഡക്ട്സ് എൻതാൽപ്പി ഓഫ് റിയാക്ടൻസിനേക്കാളും കൂടുതലാണെങ്കിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ളൊരു പ്രോസസ്സിന് ആണ് എൻഡോതെർമിക് പ്രോസസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് എൻതാൽപ്പി ഓഫ് റിയാക്ടൻസിനേക്കാളും കുറവാണെങ്കിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആയിരിക്കും. ആ പ്രോസസ്സ് നടക്കുമ്പോൾ ഹീറ്റ് ഇവോൾവ് ചെയ്യുക ചെയ്യുന്നത്. ഹീറ്റ് ഇവോൾവ് ചെയ്യുന്ന പ്രോസസ്സാണ് എക്സോതെർമിക് പ്രോസസ്സ് അല്ലേ. അപ്പോൾ എൻഡോതെർമിക് പ്രോസസ്സ് ആണെങ്കിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവും എക്സോതെർമിക് പ്രോസസ്സ് ആണെങ്കിൽ ഡെൽറ്റ എച്ച് നെഗറ്റീവും ആയിരിക്കും. നമ്മൾ ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള ഒരു റിലേഷൻ പഠിക്കുക. ഒരു ഗേഷ്യസ് റിയാക്ഷൻ നടക്കുകയാണ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും കോൺസ്റ്റന്റ് പ്രഷറിലും ഒക്കെ. ഇനിഷ്യൽ എൻതാൽപ്പി H1, ഇനിഷ്യൽ ഇന്റേണൽ എനർജി U1, ഇനിഷ്യൽ വോളിയം V1 ഒക്കെയാണ്. അത് H2, U2, V2 അങ്ങനെയായിട്ട് ആ പ്രോസസ്സ് നടന്നപ്പോൾ അത് മാറി. അപ്പം നമുക്ക് H1 എന്ന് പറയുന്നത് H is equal to U plus PV നമുക്കറിയാം. അതിൽ നിന്ന് H1 is equal to U1 plus PV1, H2 is equal to U2 plus PV2. അപ്പോൾ H2 minus H1 is equal to U2 plus PV2 minus U1 plus PV1. അല്ലെങ്കിൽ H2 minus H1 എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് ആണ് നമുക്കറിയാം. ഡെൽറ്റ എച്ച് is equal to U2 minus U1 plus PV2 minus PV1 or delta H is equal to delta U plus P into V2 minus V1 or delta H is equal to delta U plus P delta V. ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള റിലേഷൻ ആണിത്. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഡെൽറ്റ എച്ച് എൻതാൽപ്പി ചേഞ്ച്, ഡെൽറ്റ യു ഇന്റേണൽ എനർജി ചേഞ്ച്, പി പ്രഷർ, ഡെൽറ്റ വി വോളിയം ചേഞ്ച്. ഇനി നമ്മൾ ഡെൽറ്റ എച്ച് ഡെൽറ്റ യു റിലേഷൻ വേറൊരു റിലേഷൻ പറയുകയാണ്. അതിന് നമ്മൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചാ പറയുന്നത്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT എന്ന്. ഇത് നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ചാപ്റ്ററിൽ പഠിക്കും. P പ്രഷർ, V വോളിയം, N നമ്പർ ഓഫ് മോൾസ്, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ. റിയാക്ടൻസിന്റെ നമ്പർ ഓഫ് മോൾസ് N1 ഉം പ്രോഡക്റ്റിന്റെ നമ്പർ ഓഫ് മോൾസ് N2 ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്.
PV1 is equal to N1 RT, PV2 is equal to N2 RT. അപ്പോൾ നമുക്ക് PV2 മൈനസ് P1 എന്താണെന്ന് നോക്കാം. PV2 മൈനസ് PV1 is equal to N2 RT മൈനസ് N1 RT. Or P into V2 minus V1 is equal to N2 minus N1 into RT. Or P delta V is equal to delta N RT. ഇനി നമ്മൾ ആദ്യമേ പഠിച്ച ഇക്വേഷൻ ഇല്ലേ, ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന്. അപ്പോൾ ആ പി ഡെൽറ്റ വിക്ക് പകരം ഡെൽറ്റ എൻ ആർ ടി നമുക്ക് എഴുതാം. അപ്പോൾ ഇക്വേഷൻ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്നാവും. ഡെൽറ്റ എച്ച് എന്താൽപി ചേഞ്ച്, ഡെൽറ്റ യു ഇന്റേണൽ എനർജി ചേഞ്ച്, ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ടെമ്പറേച്ചർ. ഡെൽറ്റ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടൻസ്. അപ്പോൾ ഡെൽറ്റ എൻ 0 ആയാൽ ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും ഈക്വൽ ആവും അല്ലേ. അപ്പോൾ ഒരു റിയാക്ഷനകത്ത് ഡെൽറ്റ എന്നിന്റെ വാല്യൂ 0 എന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തെ എൻതാൽപ്പി ചേഞ്ചും ഇന്റേണൽ എനർജി ചേഞ്ചും ഈക്വൽ ആയിരിക്കും. ഇഫ് ഡെൽറ്റ എൻ ഗ്രേറ്റർ ദാൻ 0 then delta H greater than delta U. If delta N less than 0 then delta H less than delta U. Significance of delta H. Delta H is equal to delta U plus P delta V. നമുക്കറിയാം അല്ലേ. ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഡെൽറ്റ യു എന്ന് പറയുന്നത് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി. സോ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. അപ്പോൾ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ പി എന്ന് കിട്ടും. അതായത് എൻതാൽപ്പി ചേഞ്ച് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇവോൾവ്ഡ് ഓർ അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പോൾ ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് ഹീറ്റ് ഇവോൾവ്ഡ് ഓർ അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇനി ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്തായിരുന്നു, ഹീറ്റ് ഇവോൾവ്ഡ് ഓർ അബ്സോർബ്ഡ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇനി നമ്മളൊരു പ്രോബ്ലം ചെയ്യാണ്. ഈ വാട്ടർ വേപ്പർ ഈസ് അസ്യൂംഡ് ടു ബി എ പെർഫെക്റ്റ് ഗ്യാസ്. മോളാർ എൻതാൽപ്പി ചേഞ്ച് ഫോർ വേപ്പറൈസേഷൻ ഓഫ് 1 mole of water at 1 bar and 100 degrees Celsius is 41 kilojoule per mole. Calculate the internal energy change when 1 mole of water is vaporized at 1 bar pressure and 100 degrees Celsius and 1 mole of water is converted into ice. ആദ്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് 1 മോൾ വാട്ടർ വേപ്പറൈസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇന്റേണൽ എനർജി ചേഞ്ചാണ്. അപ്പം നമ്മൾ അവിടെ ആ പ്രോസസ്സ് എഴുതുവാണ്. H2O ലിക്വിഡ് ഗീവ്സ് H2O ഗ്യാസ്. വേപ്പറൈസേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ H2O ലിക്വിഡ് ഗീവ്സ് H2O ഗ്യാസ്. നമ്മൾ പഠിച്ച ഇക്വേഷൻ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി. കണ്ടുപിടിക്കേണ്ടത് ഇന്റേണൽ എനർജി ചേഞ്ച് ഡെൽറ്റ യു ആണ്. അപ്പോൾ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ആർ ടി. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡെൽറ്റ എച്ച് 41 കിലോ ജൂൾ പെർ മോൾ എന്ന് തന്നിരിക്കുന്നത്. അതിനെ നമ്മൾ ജൂളിലാക്കണം. 41 × 10⁻³ ജൂൾ. ഇനി ആർ എന്ന് പറയുന്നത് 8.314 ജൂൾ. ടി തന്നിരിക്കുന്നത് സെൽഷ്യസിലാണ്. അതിനെ നമ്മൾ കെൽവിനിലാക്കണം. 100 + 273 373 കെൽവിൻ. ഡെൽറ്റ എൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് റിയാക്ടന്റ് എന്നാ. അപ്പോൾ അവിടെ ഡെൽറ്റ എൻ 1. ഇത് നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 41 × 10⁻³ മൈനസ് 1 × 8.314 × 373 that is equal to 37898.878 joule that is equal to 37.898 kilojoule per mole. ജൂളിൽ കിട്ടിയതിനെ കിലോ ജൂളിലാക്കാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി രണ്ടാമത്തെ പാർട്ടിൽ വാട്ടർ ഐസ് ആകുമ്പോഴത്തെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം വാട്ടർ ഐസ് ആകാന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഫോമിൽ നിന്ന് സോളിഡ് ഫോമിലേക്ക് മാറുക അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. H2O ലിക്വിഡ് ഗീവ്സ് H2O സോളിഡ്. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി അല്ലേ. ഇനി ഇവിടെ ഡെൽറ്റ എൻ എന്ന് പറയുന്നത് 0. കാരണം എന്താ, ഇവിടെ ഗേഷ്യസ് ഫോമിലുള്ള റിയാക്ടന്റും ഇല്ല പ്രോഡക്റ്റും ഇല്ല. അപ്പോൾ ഡെൽറ്റ എൻ 0. ഡെൽറ്റ എൻ 0 ആകുമ്പോഴത്തേനും ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും ഈക്വൽ അല്ലേ. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു.
അപ്പോൾ ഇവിടെ ഇന്റേണൽ എനർജി ചേഞ്ച് ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച്, ദാറ്റ് ഇസ് ഈക്വൽ ടു 41 കിലോ ജൂൾ പെർ മോൾ. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. താങ്ക് യു.